എന്നെ പറയാറുണ്ട് ഞാൻ പാവാണെന്ന്. ചേട്ടാ അറിയില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ പാട്ട് പാടിയതാണ്. സത്യം, എന്റെ അമ്മയുടെ സത്യം. ഞാനൊരു യൂട്യൂബർ ആണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ബിയിലാണോ പാടാൻ ഇഷ്ടം, ജിയിലാണോ പാടാൻ ഇഷ്ടം? ഞാൻ നിർത്തി. ഈ രണ്ട് സ്കെയിലിൽ ഞാനിപ്പോ പാടത്തില്ല. ആവശ്യമില്ലാത്ത ആൽഫബറ്റ്സ് ഒന്നും പറയില്ല, അതൊന്നുമില്ല എനിക്ക്. പുതിയ പുതിയ ആൽഫബറ്റ്സ്. എനിക്കത് കഴിഞ്ഞോടുകൂടെ എനിക്ക് മീശയും താടിയൊക്കെ വളർന്നു. ഹലോ, വെൽക്കം ടു ST സ്കേപ്സ്. അപ്പം ഞാനും ഉണ്ട്, ഇവിടെ ഫ്ലഫിയും ഉണ്ട്. സോ ഞങ്ങളൊരു വെറുതെ ബോറിങ് അടിച്ചിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് കുറച്ച് മ്യൂസിഷ്യൻസ്, സിംഗേഴ്സ്, ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് വെറുതെ ജാം ചെയ്യാമെന്ന്. ആക്ച്വലി ST സ്കേപ്പിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു റിഹേഴ്സൽ ഹാളുണ്ട്, കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഇതുണ്ടോ ഒരാൾ ഓടി. അപ്പോൾ ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ വരും, കുറേ വർത്തമാനം പറയും, ഇടയ്ക്ക് ജാം ചെയ്യും, ബാൻഡ് മെമ്പേഴ്സൊക്കെ വരും. അപ്പോൾ ചോദിച്ചു ചെറിയൊരു ജസ്റ്റ് ഒരു ഷോ തുടങ്ങിയാലോ എന്ന്. ഷോ ഒന്നുമില്ല, ചില്ലിയ. പിന്നെ ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂ എന്ന് പറയുന്ന സംഭവമാണ്. ഗ്രൂ എന്ന് പറഞ്ഞാൽ ഒരു താളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ഒരു താളത്തിലാണല്ലോ നമ്മുടെ ജീവിതം. ഗ്രൂ ഓൺ എന്നാണ് പരിപാടി പേര്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് തമാശ, സന്തോഷം, നല്ല ഭക്ഷണം, സംഗീതം, ഇതൊക്കെ മതി. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്രണ്ട്സ് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗംഭീരമായിട്ട് കുറേ പാട്ടുകാരൊക്കെ കൊണ്ടുവന്ന്, മ്യൂസിഷ്യൻസിനൊക്കെ കൊണ്ടുവന്ന്, കുറച്ച് സിനിമാ നടന്മാർ, കുറേ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. സിനിമാ നടന്മാരാണെങ്കിൽ അവർ ഗംഭീര പാട്ടുകാരാണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് നമുക്ക് ഇടയ്ക്ക് ഓരോ ഷോ ഒക്കെ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ബോറടിച്ചിരിക്കുമ്പോൾ യൂട്യൂബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് നോക്കിയാൽ ഈ പരിപാടികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പതുക്കെ തുടങ്ങാം അല്ലേ? ഒരാളെ വിളിച്ചിട്ടുണ്ട്, നോക്കാം എവിടെ എത്തിയെന്ന് നമുക്കൊന്ന് വെറുതെ നോക്കാം. ചേട്ടാ അതേ മോളിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ എത്തിയോ? ഇവിടെ തന്നെ. വാ, വേഗം വാ. വെൽക്കം ചക്കരെ, വെൽക്കം. ചേട്ടാ വെൽക്കം ടു ഗ്രൂ ഓൺ വിത്ത് ST എന്നൊക്കെ പറയും. എന്താ ഈ സ്ഥലം? ഞാൻ കണ്ടിട്ട് എന്റെ കിളി പോയി. എന്തിനാ കിളി പോണത്? നിനക്കൊക്കെ ജീവിക്കാനുള്ള സ്ഥലമാണ്. നമ്മൾ വന്നതൊക്കെ മ്യൂസിക്കിലാണല്ലോ. അപ്പോൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കാണാൻ വന്നത്. അപ്പം ഭയങ്കര അടിപൊളി. താങ്ക് യു. ബ്യൂട്ടിഫുള്ളി ഇവിടെ എല്ലാം ചെയ്യാല്ലേ, ലൈക്ക് പ്രാക്ടീസ് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം, അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഒരു മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ഒരു കലാകാരനോ എന്തൊക്കെ അവരുടെ ഐഡിയാസ് വന്നാൽ മതി, ബാക്കിയൊക്കെ ഇവിടെ നടപ്പിലാവും. സൂപ്പർ, താങ്ക് യു ഫോർ കോളിംഗ് മീ ചേട്ടാ. ഇത് നീ താങ്ക് യു അന്നും US പറഞ്ഞു. ആക്ച്വലി US ടൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം എനിക്ക് എന്റെ ഹാങ് ഓവർ ആയിരുന്നു, സന്തോഷത്തിന്റെ ഹാങ് ഓവർ. അതായത് ഫുൾ മെസ്സേജ് എപ്പോഴാ എവിടെയാ നമ്മുടെ ഗ്രൂപ്പൊക്കെ അല്ല. ഞാനായിരുന്നല്ലോ ഒരേ ഒരു ഗേൾ. പക്ഷെ ആ ട്രിപ്പ് കഴിഞ്ഞോടുകൂടെ ഞാൻ ആൺകുട്ടിയായ പോലെ തോന്നി. എനിക്കത് കഴിഞ്ഞോടുകൂടെ എനിക്ക് മീശയും താടിയൊക്കെ വളർന്നു. നിന്നെ ഞങ്ങളൊരു ആണായിട്ട് അംഗീകരിച്ചത്. എനിക്കങ്ങനെ നിങ്ങൾ അങ്ങനെയല്ലേ കണ്ടോണ്ടിരുന്നത്. ഞാൻ ഫസ്റ്റ് ഷോടെ ഞാൻ ഒരിക്കലും മറക്കൂല. അന്നാണ് എനിക്ക് നിന്നോട്, നീ എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയോട്, എനിക്കൊരു പാട്ടുകാരി, ഒരു ഹ്യൂമൻ ബീങ് ഒരു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്നത്തെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കാരണം എന്തറിയോ, ഞാൻ അനുഭവം പറയാം. ഒന്നാമത് നമുക്കിവിടെ ഫുൾ സ്ട്രെസ്സിലാണ് നമ്മൾ ഇവിടുന്ന് പോയത്. ഓരോരുത്തർക്കും ഓരോ സമയത്താണ് വിസ കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ ഞാൻ ഇമോഷണൽ ആവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഷോ നടക്കരുത് എന്ന് കുറേ പേർക്കൊരു താല്പര്യം സ്വാഭാവികം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഷോ ഞാൻ തലേദിവസം എത്തണു, സിദ്ധു വന്നിട്ടില്ല, ഫ്രാൻസിസ് ചേട്ടൻ വന്നിട്ടില്ല, ഞാനും ലേറ്റ് ആയിട്ട് എത്തിയത്. നേരെ എയർപോർട്ടിൽ നിന്ന്, അതാണ് ബാക്കി നീയാ പറയണത്. നേരെ എയർപോർട്ടിൽ നിന്ന് ഡ്രസ്സിങ് ചെയ്യാൻ പോലും സമയമില്ല. നിങ്ങളവിടെ ഷോ സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ വന്ന് നമ്മള് സൗണ്ട് ചെക്ക് ചെയ്ത്, ഞാൻ സൗണ്ട് ചെക്കിനൊന്നും അല്ല ഞങ്ങള് സൗണ്ട് ചെക്ക് ചെയ്തിട്ട് നിന്നെ വെയിറ്റ് ചെയ്യാ. നമ്മുടെ വെന്യൂ ഓണായി, ആൾക്കാർ പതുക്കെ വരാൻ തുടങ്ങി. അതിനിടയ്ക്ക് നിന്റെ പെട്ടിയും നീയും കൂടെ അവിടെ തന്നെ ഏതോ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി. അയ്യോ, നീ എന്റെ മനസ്സിൽ ഞാൻ നടന്നത് പറയട്ടെ. നീ വന്നത് പറയുമ്പോ തന്നെ എനിക്ക് ആശ്വാസമായി. കുഴപ്പമില്ല, ഇനി നീ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല, ലാസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ 13 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നീ വരുന്നത്. 13+ നമ്മുടെ വട്ടവർ ഗൾഫ് ടൈം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു ലാസ്റ്റ് പാട്ടിന് മാത്രം അവിടെ കയറ്റാം. ശ്യാമുണ്ട് എൻ്റെ കൂടെ,
ബാൻഡും ഉണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ ചേട്ടൻ പിടിച്ചു അങ്ങനെ തന്നെ പറഞ്ഞത് ധൈര്യമായിട്ട് പോരെ പോരെ. നമുക്ക് നോക്കാം. പക്ഷെ നീ ആദ്യം മുലക്കേറി ഫസ്റ്റ് സോങ് മിൻസാരെ ഞാൻ സത്യം ഒരു ഇമോഷണലായിരുന്നു. കാരണം എൻ്റെ റെസ്പോൺസിബിലിറ്റിയിലാണ് മൊത്തം പ്രോഗ്രാം. പക്ഷെ നീ അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി. ഞാൻ സത്യം പറയാം, അത് അവിടുന്ന് നീ എന്ന് പറയുന്ന ആള് ചേട്ടൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്റ്റേജിൽ എന്ത് പറഞ്ഞിട്ട് അറിയോ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അപ്പുറത്ത് സുരേഷ് ഏട്ടൻ നിന്ന് പ്ലേ ചെയ്യാറുണ്ട്. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം മോള് കൂടെ വന്നിരിക്കുന്നു, ഞാൻ മോളുടെ കൂടെ ടൂർ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ തന്നെ അച്ഛൻ ഇങ്ങനെ കൂടെ അതെ ആ സപ്പോർട്ടാണ്. കാരണം അച്ഛനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ കേരളം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലോട്ടിസ്റ്റ്. അത് പ്രൊഫഷണൽ, നമ്മളൊക്കെ പ്രൊഫഷണൽ എന്ന് പേര് ഒരു ബാനറോ ഒരു ലേബലുള്ള സമയത്ത് അന്ന് വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു കലാകാരനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ്റെ DNA അങ്ങനെയുണ്ട്, പിന്നെ അച്ഛൻ്റെ അനുഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അനുഗ്രഹം എന്ന് പറയുന്നത് സത്യം അതാണ് ഇപ്പോഴും ഇങ്ങനെ പോകുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അമൃത സുരേഷ് വേറെ ടേക്ക് ഓഫ് ആണ് വിത്ത് ദ വൺ ആൻഡ് ഓൺലി ഡോക്ടർ AR. ചേട്ടൻ എന്റെ വലിയൊരു രാശിയാണ്. യു നോ ദാറ്റ്. പറഞ്ഞോ. ഞാൻ ഇന്നലെ എന്റെ വൈഫിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്ന ഒരു എപ്പിസോഡാണ് ഗൈസ്. അതായത് നമ്മൾ ഏതോ ഒരു ഷോയിന് പോണേന് ഉറങ്ങി എഴുന്നേക്കുന്ന സമയത്താണ് റഹ്മാൻ സാർ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ പാട്ട് സാർ ആദ്യമായിട്ട് കാണുന്നതും സാർ ആ പാട്ട് ഷെയർ ചെയ്യണതും. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉറക്കപ്പിച്ചെന്നൊക്കെ വന്നിട്ട് ചേട്ടാ അറിയാം എന്റെ പാട്ട് സാർ ഷെയർ ചെയ്തു. അതിനു മുമ്പ് നമ്മൾ ട്രിപ്പിൽ എവിടെയോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ചേട്ടാ എപ്പോഴെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഒരു സമയമുണ്ട്, എന്നെങ്കിലും ശരിയാവോ എന്നൊക്കെ ചോദിച്ചു. അതെ, ഒരു സമയമുണ്ട്. അതിന് ആ സമയം അവിടുന്ന് സാറിന്റെ സ്റ്റുഡിയോന്ന് കോള് വരുന്നു. പിന്നെ എവിടെന്ന് ചേട്ടന്റെ അടുത്ത് പറഞ്ഞു, എടി ഞാൻ പലർക്കും രാശി അടിയെന്ന് പറഞ്ഞു. തമാശക്കാണ് ചേട്ടൻ പറഞ്ഞത്, പക്ഷേ പ്യുവർ മ്യൂസിക് അല്ലെങ്കിൽ ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് റെസ്പോണ്ട് ചെയ്യും. അത് ഈ ഒരു രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക. നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പം എന്താ വെച്ചാൽ ദൈവം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ആ സമയത്ത് നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരണമാണ്. സംഗീതത്തിന് അങ്ങനെ പവറുണ്ട്. അതെന്താ അറിയോ, നമ്മൾ പൂർണ്ണമായി സമർപ്പിച്ചാൽ അതിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കാലതാമസമൊക്കെ എടുക്കും. ഇറ്റ്സ് ഓക്കെ. നിന്റെ റിയാലിറ്റി ഷോ വന്നു, അത് വന്ന് നീ ഒരു പ്ലേ ബാക്ക് സിംഗറായി, അത് കഴിഞ്ഞ് നിന്റെ ആഗ്രഹം വേറൊരു ലെവലിൽ നിൽക്കുക. അവിടെ നിന്ന് നേരെ ഇങ്ങനെ പോയി. അപ്പൊ തമിഴ് മാത്രമേ അറിയുള്ളൂ ചേട്ടാ? അങ്ങനൊന്നുമില്ല, തമിഴൊന്നും പാടിയിട്ടൊന്നുമില്ല. അത് പോയി അല്ല, എനിക്ക് വരാൻ ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. കാരണം തമിഴ് പാട്ടുകൾ ഞാൻ നിന്റെ യൂട്യൂബൊക്കെ നോക്കുമ്പോ നല്ല ഗംഭീരമായിട്ടുള്ള തമിഴ് പാട്ടുകൾ. തമിഴ് എനിക്ക് ഇഷ്ടമാണ് പണ്ടേ. തമിഴിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് പണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ കൂടെ എല്ലാവരും തമിഴാ സംസാരിക്കുക. പക്ഷെ സാർ എന്റെ അടുത്ത് വന്നിട്ട് മലയാളം പറയും. സൗഖ്യങ്ങളൊക്കെ അല്ലേ? അതെ, റഹ്മാൻ സാറിന്റെ പ്രത്യേകത വെച്ചാൽ വൻ തമാശ പറയും, നല്ല തമാശ പറയും. നമ്മൾ പ്രതീക്ഷിക്കില്ല അദ്ദേഹം പറയുന്നത്. നമുക്ക് ചിലക്ക് നമ്മൾ ചിരിക്കണോ വേണ്ടോ എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാ. അതെ, പക്ഷെ ആളൊരു ഫൺ ലവിങ് കൈയാണ്. ഈസ് ആൻ അമേസിങ് സോൾ. ചേട്ടൻ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഞാനിങ്ങനെ വെച്ചിട്ടാണ് സാറിന്റെ അടുത്തേക്ക് പോകുന്നത്. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സാറ്. ക്രിയേറ്റിവിറ്റി വേറൊരാളായി മാറും. യുനോ, ഞാൻ പ്രാക്ടീസിന്റെ സമയത്തൊക്കെ സാറിന്റെ സ്വപ്നം പോലെ കണ്ടുകൊണ്ടിരുന്ന സാറിന്റെ റിഹേഴ്സലിന്റെ സമയത്ത് സാറ് പ്ലേ ചെയ്യുമ്പോ ഞാൻ അടുത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഐ കാൺട്ട് ആക്സെപ്റ്റ് ഇത് ശരിക്കും നടക്കുകയാണോ. ഇതൊക്കെ ഞാൻ ഒരു 6 മാസം മുമ്പ് ഞാനിങ്ങനെ സ്വപ്നം കണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വാട്ട് ഈസ് യുവർ റീസെന്റ് പ്രൊജക്ട്? ഇപ്പൊ ലാസ്റ്റ് പെദ്ദിയില് പാടിയായിരുന്നു സാറിന്റെ. അതാണ്. പിന്നെ ഇപ്പൊ ഒരു മലയാളം. ഇപ്പൊ എന്തൊരു ഗംഭീരമായിട്ട് എന്റെ ഒരു സഹോദര കലാകാരന്റെ കൂടെ ഒരു സിംഗിൾ അടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് ജോസ് ചേട്ടനും ഗൗതമും ഞങ്ങൾ 4 പേരും കൂടെ. നീ തൊണ്ടയില് വിചാരിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ കയ്യില് ആ സ്ട്രിങ് കൂടെ വായിക്കും. ദാറ്റ് ഈസ് ഓൺലി രാജേഷ് വൈദ്യ. അതുപോലെ പാടാൻ പറ്റില്ല ചേട്ടാ. അത് പാടാൻ പറ്റുന്ന കാര്യങ്ങൾ അന്ന് പറഞ്ഞ നമുക്കൊരു പാട്ടടിച്ചാലോ? പ്രദീപ
ഇയാളെ കണ്ടാ? ഞാനേ അവളെ ഒന്ന് എടുക്കാൻ വേണ്ടി നോക്കാള് വരുമോ? ഇപ്പൊ വരില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഇത് എന്റെ അടുത്ത് ഇരിക്കുമ്പോ നമ്മുടെ ക്യാരക്ടറായി മാറും ചിലപ്പോ. കുറെ നാളെ എന്റെ ഫോട്ടോസും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ക്യാരക്ടറാണ്. അഗേ എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയണ്ട. അടുത്തൊരു സെഗ്മെന്റ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് തീപ്പൊരി എന്നാണ്. ചേട്ടാ വൻ പരിപാടികളൊക്കെ ഈ പ്രൊഡക്ഷൻ. പെട്ടെന്ന് ചോദിക്കും, പെട്ടെന്ന് ഉത്തരം. പ്രൊഡക്ഷന്റെ പുറകിൽ ആരാന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. പ്രൊഡക്ഷന്റെ പുറകിൽ എന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ് എന്റെ ഭാര്യ. റൈറ്റ് സൈഡില് ചേച്ചിയും ലെഫ്റ്റ് സൈഡിലും മോനും. ഫുൾ ഫാമിലി പ്രൊഡക്ഷൻ പരിപാടി. പിന്നെ വേറെ കുറെ അന്തേവാസികളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. റെഡിയാണോ? എന്താണ്? കുറച്ച് 10 ചോദ്യം. 10 ചോദ്യം? അതെ. ആദ്യത്തെ, സ്റ്റേജ് ഓർ സ്റ്റുഡിയോ, വിച്ച് ഈസ് മോർ ഫൺ? സ്റ്റേജ്. വെരി ഗുഡ്. ക്ലാസിക്കൽ ഓർ കോണ്ടംപററി? ക്ലാസിക്കൽ. ക്ലാസിക്കൽ. ഓക്കെ. ഹ്യൂമൻ വിസ് AI? ഹ്യൂമൻ ചേട്ടാ. ഹ്യൂമൻ. ഓഫ് കോഴ്സ്. എന്തുകൊണ്ട്? എഐക്ക് വികാരം ഇല്ലല്ലോ. റിയലി? ഇപ്പൊ ഞങ്ങള് എ വെച്ചിട്ട് സുനോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ, അത് ഇറങ്ങിയ സമയത്ത് സുനോയിൽ വെച്ചിട്ട് ഞാനൊരു പാട്ടിന്റെ സ്ക്രാച്ച് ചെയ്തു. അപ്പം ഒരു വരി അത് പറയുന്നത് ഇപ്പം അത് അതുപോലെ തന്നെ അത് റിപ്പീറ്റ് ചെയ്യും. വേരിയേഷൻസ് എന്ന് പറയുമ്പോ തനഹ തനഹ ഇതൊന്നും അതിന് പറ്റില്ലല്ലോ. അതില്ല. ഓക്കെ. വേരിയേഷൻ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അടുത്തത്, ഫേവറേറ്റ് സ്കെയിൽ ഓർ രാഗ? ഭാഗ്യശ്രീ. ഭാഗ്യശ്രീ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കറന്റ് ഫേവറേറ്റ് സോങ്? മേ വാപ്പസ് ആവുംകേലെ പാട്ട്. അത് നിന്റെ വീഡിയോ റഹ്മാൻ സർ ഷെയർ ചെയ്തു, കൊളാബ് ചെയ്തു. അങ്ങനെ പറയുകയാണെങ്കിൽ ഹൂ ഇസ് യുവർ ഡ്രീം കൊളാബ്? ചേട്ടാ എനിക്ക് അൾട്ടിമേറ്റ് AR. എനിക്ക് ഞാൻ എന്താ അറിയില്ല, ഞാൻ സാറിനെ ഇങ്ങനെ ജീവിച്ച് ശ്വസിച്ച് കണ്ട് അങ്ങനെ വളർന്നവരാണ്. അത്രയും ഒരു ആഗ്രഹം. അപ്പൊ ഡ്രീം കൊളാബ് ഓൾറെഡി നടന്നു. ഇപ്പോഴും സന്തോഷമല്ല, എനിക്ക് ഇച്ചിരി കിട്ടിട്ടുള്ളൂ, കൊറേ കിട്ടണം സാർ. വരും പിടിക്കണ്ട. ഓക്കെ. ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ്? ഇൻസ്റ്റാഗ്രാം. വൈ? പേഷ്യൻസ് ലെവലിന്റെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ യൂട്യൂബാണ്. ഞാനൊരു യൂട്യൂബറാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് ഇൻസ്റ്റാഗ്രാമിലാണ്. സാമ്പത്തികം കൂടുതൽ എനിക്ക് കൊളാബും കിട്ടാറുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ റൊമാൻസിനെ കണ്ടുമുട്ടിയത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഞാൻ എന്റെ മോനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും യൂട്യൂബ് എന്നാ പറയാ. ഒക്കെ യൂട്യൂബാണ്. അടുത്ത ചോദ്യം, ഇതൊരു ചാലഞ്ചിങ് ആണ്, വെരി സിമ്പിൾ ചാലഞ്ചിങ്. മലയാളം, തമിഴ് ഓർ ഹിന്ദി സോങ്സ്? ഹിന്ദി ഫസ്റ്റ്, പിന്നെ തമിഴ്, ശരിക്കും പിന്നെ മലയാളം. അടുത്തത് ഫണ്ണിയാണ്. ഹൂ സിങ്സ് മോർ ലൗഡർ, യു ഓർ അഭിരാമി? രണ്ടുപേരും ലൗഡറായിട്ട് പോകണം. അഭി കുറച്ചും കൂടെ ഒരു പവർ പാക്ക് പെർഫോമർ സംഭവം ഉണ്ടാവും അഭിക്ക്. അപ്പൊ ആള് കുറച്ചിങ്ങനെ സ്റ്റേജില്, നീ ഒരു കാം കുറച്ചൊരു സാധനമായിരുന്നു. പക്ഷെ സ്റ്റേജിൽ നീ കയറും, അത് വേറെ. ഇല്ല, അഭി സ്റ്റേജില് തീപ്പന്തോണ്. ആണോ? ഞാൻ കണ്ടിട്ടില്ല. അടിപൊളിയാണ്. ആണല്ലേ? അപ്പൊ എപ്പോഴേലും ഒരു ഞങ്ങളുടെ ചെറുക്കനല്ലേ അമൃതംഗമ എന്ന് പറയുമ്പോ ഫീമെയിൽ സിംഗർ ഞാനും, മെയിൽ സിംഗർ അഭിയാണ്. വൺ സോങ് ദാറ്റ് ഡിസ്ക്രൈബ്സ് യുവർ മൂഡ് ടുഡേ? ഏതാ? ചേട്ടാ അറിയില്ല. ഇന്ന് രാവിലെ ഞാൻ ഈ പാട്ട് പാടിയതാണ്. സത്യം, അമ്മയുടെ സത്യം. ഗോഡ്, എന്തൊരു സംഭവം അല്ലേ? അതൊരു സിംഗ്. 45 ദിവസത്തിൽ എന്തൊക്കെയോ ഒരു ടെലിപ്പതി കിട്ടി. പക്ഷെ ഈ സ്വേർ ചേട്ടാ, ഇന്ന് ഞാൻ രാവിലെ പാടിയ പാട്ടാ അത്, കുറെ നാളിന് ശേഷം. എന്റെ തലയിൽ എങ്ങനെ വന്നു അറിയില്ല. ഞാൻ ഇതൊരു കുറെ നാളായി ആ പാട്ട് വായിച്ചിട്ട്. നമുക്കത് പ്ലേ ചെയ്യാം. കോഫി ഓർ ടീ? കോഫി എനി ടൈം. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഓൾ? മോർണിംഗ് പേഴ്സൺ ആവാനാണ് ആഗ്രഹം, പക്ഷെ നൈറ്റ് ഓൾ ആയിട്ടാണ് എൻഡ് ചെയ്യാറ്. യുവർ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ്? സദ്യ, ചോറ്. ശരിക്കും? നീ ചോറ് വീരത്തിയാന്നറിയാം. ഓക്കെ. വൺ വേർഡ് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് യൂസ് ടു ഡിസ്ക്രൈബ് യു? ഞാൻ എന്നെ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ എല്ലാവരും എന്നെ അറിയുന്നവർ എന്നെ പറയാറുണ്ട് ഞാൻ പാവാണെന്ന്. നീ യഥാർത്ഥത്തിൽ നീ പാവാ, അത് എനിക്കറിയോ? ആണല്ലേ? ഞാനൊരു വില്ലനാണെന്നാണ് എല്ലാവരുടെയും വിചാരം. ആണോ? അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ നാട്ടുകാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ചോദ്യം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബിയിലാണോ പാടാൻ ഇഷ്ടം, ജിയിലാണോ പാടാൻ ഇഷ്ടം? ഞാൻ നിർത്തി. ഈ രണ്ട് സ്കെയിലിൽ ഞാനിപ്പോ പാടുന്നില്ല. ഞാനിപ്പോ ആവശ്യമില്ലാത്ത ആൽഫബറ്റ്സ് ഒന്നും പറയില്ല, അതൊന്നുമില്ല എനിക്ക്. പുതിയ ആൽഫബറ്റ്സ് അതൊന്നുമില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ എന്റെ കയ്യിലൊരു സാധനമുണ്ട്, ഇതില് കുറച്ച് പാട്ടുകളുണ്ട്, പിക്ക് ആൻഡ് ചൂസ്.
ഇറക്കി എടുക്കട്ടെ ചേട്ടാ. ഇതെന്താ സാമ്പാറോ? എടുക്ക. കുറുക്ക് സിരുത്തവിടെ. ഓ, ഇത്ര നേരം റഹ്മാൻ സാറിനെ പറ്റിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഒരു പാട്ട് പോലെ റഹ്മാൻ സാറിന് വന്നല്ലോ എന്ന്. കറക്റ്റ് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ആക്ച്വലി ഈ പാട്ടിന് എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഒറിജിനൽ പാടിയ ആ രണ്ടുപേരും കൂടെ ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഹരിജിയുടെ കൂടെ ഈ പാട്ട് അച്ഛൻ ഒരിക്കൽ സ്റ്റേജിൽ പാടിച്ചിട്ടുണ്ട്. ആക്ച്വലി റഹ്മാൻ സാറിൻ്റെ കൂടെ നീ പോകുന്നത് പോലെ തന്നെ റഹ്മാൻ സാറിൻ്റെ കൂടെ ഒരു 5 ഷോ ചെയ്താൽ ഹരിജിയുടെ കൂടെ നീ ഇടയ്ക്ക് ഒരു ഷോ ചെയ്യണം. കാരണം വെച്ചാൽ അത് ഹരിജി ശങ്കർ മഹാദേവൻ എന്ന് പറയുന്ന ഭയങ്കര ലെസൺ. ഞാൻ രണ്ടുപേരും ഒരു സ്കൂളിൽ നിന്ന് ഞാൻ പറയില്ല, ദേ ബോത്ത് ആർ 2 ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ്. ചേട്ടൻ പറഞ്ഞാ നടക്കും. പറഞ്ഞു പിന്നെ പറയും. ചേട്ടൻ അന്നിങ്ങനെ പറഞ്ഞിട്ടാ എനിക്ക് നടന്നു. ഇപ്പൊ കുറെ നാൾ കഴിയുമ്പോ പാട്ടുകാരൊക്കെ വന്നിട്ട് ചേട്ടാ എന്തെങ്കിലുമൊക്കെ പറ, ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ശരിക്കും കളിയാൻ പറഞ്ഞ കറക്റ്റാ. கம்பஞ்சங்க விழுந்த மாதிரி கண்ணுக்குள்ள நுழைஞ்சு ஒரு தரே கொடிய விட்டு குதிச்ச மல்லிகை ஒரு மொழியில் சிரிச்சு பேசரே வாய மேலே வாய வச்சு வார்த்தைகளை ஒருக்கி போட்ட விரல வச்சு வழுத்திய கடத்தில கொளுத்திய வெப்பம் என்னும் போகல அடியும் போல சிவப்பு இல்லை, கணக்கான கருப்பு இல்லை, நீ தீண்டும் இடம் தித்திக்குதே, இனி பாக்கியோடவு செய்ய வேண்டும் பாக்கியமே. குறுக்கு சிரித்தவளே, என்ன குங்குமத்தை கரைச்சவளே, என்ன வந்து தேய்ச்சி கொடுக்கையில் என்ன கொஞ்சம் பேசு தாயே, உன் கொலுசுக்கு மணியா என்ன கொஞ்சம் மாத்து தாயே. ആഹാ, താങ്ക് യു. എന്തൊരു പാട്ടല്ലേ ചേട്ടാ. അയ്യോ, ആക്ച്വലി ഇത് ഭയങ്കര ഒരു ഹാപ്പനിങ് സോങ് ആണ്. ഹാപ്പനിങ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഭയങ്കര പ്ലസന്റ് സോങ്. പക്ഷെ അതിലൊരു ഒരു വേദനയും ഒരു. ചകര, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഫോർ ഗ്രൂ ഓൺ വിത്ത് എസ്റ്റി. ചേട്ടാ താങ്ക് യു സോ മച്ച് എന്നെ ഓർത്തതിന്. ഞാൻ ഇവിടെ ഒന്ന് വരണമെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ. അപ്പൊ ഇങ്ങനെ വരാൻ പറ്റി. താങ്ക് യു. പിന്നെ കുറേ നാൾ ശേഷം ചേട്ടൻ്റെ കാണാൻ പറ്റി, ജാമൊക്കെ ചെയ്യാൻ പറ്റിയപ്പോൾ. ചകര, നമുക്ക് നടക്കാം ഇവിടെ. ചേട്ടാ ഓക്കെ, ലെറ്റ്സ് ഹാവ് എ വാക്ക്. ഇതുണ്ട് ആക്ച്വലി ഇതൊക്കെ ഫുൾ പാർക്കിംഗ് ആണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ ചേട്ടാ. അപ്പോൾ എസ്റ്റിസ്കേപ്പ് തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു ഇവന്റ് നടന്നു. നമ്മുടെ ലാലേട്ടൻ വന്നു, അങ്ങനെയൊക്കെ വന്നു. അങ്ങനെ വന്നിട്ട് അന്നത്തെ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്ത് തന്ന ആളാണ്. അപ്പൊ ബാബു ചേട്ടൻ എല്ലാത്തിന്റെയും മെയിൻ ആളല്ലേ. അപ്പൊ ചക്കര ഇവിടെ വന്നതിന്റെ പേരിൽ ഇത് ബാബു ചേട്ടൻ ഒന്ന് എനിക്കാണോ അതോ ബാബു ചേട്ടൻ കൊടുക്കാനാണോ? ഞാൻ വേറെ വായിച്ചോളാം. ചക്കര, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ചേട്ടാ. അപ്പോൾ കം ബാക്ക്. ഞാൻ